നെയ്യാറ്റിൻകര രൂപതയുടെ ഭാഗമായ വെള്ളറടയിൽ സ്ഥിതി ചെയ്യുന്ന തെക്കൻ കുരിശുമലയുടെ 68ാമത് തീർത്ഥാടനത്തിൻ്റെ വിശദമായ വിവരങ്ങൾ കൈമാറാനാണ് എത്തിയിരിക്കുക. ഈ വർഷത്തെ വെള്ളറട കുരിശുമല തീർത്ഥാടനം മാർച്ച് മാസം 30-ാം തീയതി മുതൽ ഏപ്രിൽ 6 വരെ നടക്കുകയാണ്. അതിനെ തുടർന്ന് പെസഹ വേഴം ദുഃഖവെള്ളി, അതായത് ഏപ്രിൽ 17, 18 തീയതികളിലുമായി നടക്കുന്നു. ഈ വർഷത്തെ തീർത്ഥാടന സന്ദേശം വിശുദ്ധ കുരിശ് സ്നേഹഹൃദയ സ്പന്ദനം എന്നതാണ്. എല്ലാ വർഷവും ഓരോ വിഷയത്തെ ആസ്പദമാക്കിയാണ് ഈ തീർത്ഥാടനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുക. അതിന് മുന്നോടിയായി ഇവിടെ ആയിരിക്കുന്നവരെ പരിചയപ്പെടുത്താം. ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ വിൻസെന്റ് കെ പീറ്റർ, അദ്ദേഹം നെയ്യാറ്റിൻകര രൂപതയുടെ വികാർ ജനറലാണ്. അതോടൊപ്പം ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ, കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറും റെക്ടറുമായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. ഈ വർഷത്തെ തീർത്ഥാടനത്തിൻ്റെ ജനറൽ കൺവീനർ അദ്ദേഹമാണ്. അദ്ദേഹത്തെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം അടുത്തായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫാദർ അരുൺ പീജിത്ത്, അദ്ദേഹം തീർത്ഥാടനത്തിൻ്റെ അസിസ്റ്റന്റ് റെക്ടർ കൂടെയാണ്. രാഹുൽ ഈ തീർത്ഥാടനത്തിൻ്റെ പബ്ലിസിറ്റി കൺവീനറാണ്. ഒപ്പം ഉപദേശിമാരുടെ പ്രതിനിധിയായിട്ട് ആയിരിക്കുന്ന ശ്രീ ലൂയിസ്. സ്നേഹമുള്ളവരെ, കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ സ്ഥലമാണ് വെള്ളറട. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സഖ്യ പർവ്വതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് വിശുദ്ധ കുരിശ് സ്ഥാപിതമായിരിക്കുന്നത്. 1957 മാർച്ച് 27-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്കാണ് ബെൽജിയം മിഷണറിയായ ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റ് വൗട്ടേഴ്സ് അവിടെ ഒരു കുരിശ് സ്ഥാപിക്കുക. അതിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത്, സാംക്രമിക രോഗങ്ങളാൽ രോഗം അനുഭവിച്ചിരുന്ന ഒരു പ്രദേശത്തെ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടി നെറുകയിൽ ആ വൈദികൻ എത്തിച്ചേരുകയും അവിടെ ഒരു കുരിശ് സ്ഥാപിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി കുരിശുമലയിലും അതിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള സാംക്രമിക രോഗങ്ങൾക്ക് ശമനം കണ്ടെത്തുവാൻ സാധിച്ചു. അന്നു മുതൽ ആരംഭിച്ച തീർത്ഥാടനം ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള ഗവൺമെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ്റും പങ്കിടുന്ന 2 പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിയാണ് ഈ കുരിശ് സ്ഥാപിതമായിരിക്കുന്നത്. 8ാമത്തെ കുരിശ് വരെ കേരളത്തിലും 8 മുതൽ 14 വരെയുള്ള കുരിശുകൾ തമിഴ്നാട്ടിലുമാണ്. കേരള ഗവൺമെൻറ്റിൻ്റെയും തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെയും സംയുക്തമായ ശ്രമകരമായിട്ടാണ് അവിടുന്ന് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുക. ഈ വർഷത്തെ തീർത്ഥാടനം 68ാമത് തീർത്ഥാടനം മാർച്ച് മാസം 30 മുതൽ ഏപ്രിൽ മാസം 6-ാം തീയതി വരെ 1-ാം ഘട്ടവും, 2ാമത്തെ ഘട്ടം ഏപ്രിൽ 17 പെസഹ വേഴം ദുഃഖവെള്ളിയാഴ്ച എന്നീ ദിവസങ്ങളിലുമായിട്ട് നടക്കുകയാണ്. തീർത്ഥാടകർക്ക് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ കളക്ടറിൻ്റെ ADM-ൻ്റെ ആഭിമുഖ്യത്തിൽ ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് വിളിച്ചുകൂട്ടുകയും എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ട്രാൻസ്പോർട്ടേഷൻ, ഇലക്ട്രിസിറ്റി, മറ്റ് ഗതാഗത സൗകര്യങ്ങളും എക്സൈസിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ തീർത്ഥാടന സന്ദേശം വിശുദ്ധ കുരിശ് സ്നേഹഹൃദയ സ്പന്ദനം എന്നാണ്. ഇന്ന് ലോകത്തിൽ സ്നേഹത്തിൻ്റെ ഒരു അഭാവമുണ്ട്. സ്നേഹം എന്താണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും പരസ്പരം റെസ്പെക്റ്റ് ഇല്ലാതെ പോകുന്ന അവസ്ഥയും, മാതാപിതാക്കളെ മക്കൾ തിരിച്ചറിയുന്നില്ല, മാതാപിതാക്കൾ മക്കളെ തിരിച്ചറിയുന്നില്ല, മക്കൾ മാതാപിതാക്കൾ തിരിച്ചറിയുന്നില്ല. അങ്ങനെ ഒരു സംവിധാനത്തിൽ പോവുകയാണ്. അപ്പോൾ യഥാർത്ഥ സ്നേഹം എന്താണെന്ന് ഇന്ന് ലോകത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് ഒരു നവോത്ഥാന ചിന്ത ഈ ലോകത്തിലേക്ക് നൽകുന്നത്. തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രം ഒരു നവോത്ഥാന കേന്ദ്രമാണ്. അവിടെ നിന്ന് നല്ല ചിന്തകൾ, നല്ല ആശയങ്ങൾ ഈ ലോകത്തിന് പകർന്നു നൽകാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഈ വർഷത്തെ തീർത്ഥാടനത്തിൻ്റെ ക്രമമനുസരിച്ച് 1-ാമത്തെ ദിവസം വരുന്ന ഞായറാഴ്ച 30-ാം തീയതി 2 മണിക്ക് വെള്ളടയിൽ നിന്നും പ്രത്യാശയുടെ കുരിശിൻ്റെ വഴി എന്നുള്ള ഒരു ഭക്ത കർമ്മം നടക്കുന്നുണ്ട്.
പ്രത്യേകിച്ച് കത്തോലിക്ക സഭ ജൂബിലി വർഷം ആഘോഷിക്കുമ്പോൾ 2025 ക്രിസ്തുവിൻ്റെ ജനന ജൂബിലി ആഘോഷിക്കുകയാണ്. ലോകത്തിന് സഭ നൽകിയിരിക്കുന്ന പ്രത്യേക സന്ദേശം എന്നത് എല്ലാവരും പ്രത്യാശയുടെ തീർത്ഥാടകരാണ് എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരും തീർത്ഥാടകരാണ്. അവരുടെ തീർത്ഥാടനത്തിൻ്റെ അവസാനം സ്നേഹത്തിൽ അവസാനിക്കണം, സ്നേഹത്തിൽ തുടങ്ങണം. ദൈവം സ്നേഹമാണ്, ആ സ്നേഹത്തിൽ നാം എത്തിച്ചേരണം. അങ്ങനെയുള്ള പ്രത്യാശയുള്ള മക്കളായിട്ട് ജീവിക്കണം എന്നാണ് സഭ ഈ ജൂബിലി വർഷത്തിൽ ലോകം നൽകുന്നത്. പ്രത്യാശ നഷ്ടപ്പെടുമ്പോഴാണ് അക്രമവും അനീതിയും കൊള്ളയും വഞ്ചനയും ലഹരി പദാർത്ഥ ഉപയോഗവും ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് പ്രത്യാശയുടെ കുരിശിൻ്റെ വഴി നാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം 4:30 മണിക്ക് കൊടിയേറ്റ് കർമ്മം ആരംഭിക്കും. തുടർന്ന് പൊന്തിഫിക്കൽ ദിവ്യബലി നെയ്യാറ്റിൻകര രൂപത മെത്രാൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ വിൻസെന്റ് സാമുവിൻ്റെ നേതൃത്വത്തിലായിരിക്കും കൊടിയേറ്റും പൊന്തിഫിക്കൽ ദിവ്യബലി നടക്കുന്നത്. 6:30 മണിക്ക് പൊതുസമ്മേളനം നടക്കുന്നുണ്ട്. ആ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരള ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ ആയിരിക്കും നിർവഹിക്കുന്നത്.